ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇർഷിദാസ് മെഡ്ഫോളിയോ. കൗമാരക്കാരായ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വളരെയധികം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന എന്നാൽ മറ്റാൾക്കാരിലും വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ് മുഖക്കുരു അഥവാ ആക്നെ അഥവാ പിമ്പിൾ എന്ന് പറയുന്നത്. ഏതാണ്ട് 85% ആളുകളിലും മുഖക്കുരു കാണപ്പെടുന്നുണ്ട്. സാധാരണയായിട്ട് ഒരു 13 മുതൽ 40 വരെ വയസ്സ് പ്രായപരിധിക്കിടയിലാണ് ഇത് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോണിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, അതുപോലെ ഉറക്കക്കുറവ്, അമിതമായിട്ടുള്ള സമ്മർദ്ദം, നമ്മുടെ ഭക്ഷണ രീതി, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് മുഖക്കുരു വരാം. ഇതിനോടൊപ്പം തന്നെ ഒരുപാട് തെറ്റിദ്ധാരണകളും മുഖക്കുരുവിനെ പറ്റി നമുക്കുണ്ട്. ഈ വീഡിയോയിലൂടെ നമുക്ക് അതൊക്കെ ഒന്ന് മാറ്റാം. എന്താണ് മുഖക്കുരു, എങ്ങനെയാണ് മുഖക്കുരു ഉണ്ടാകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യവും തിളക്കവും അതിൻ്റെ ഇലാസ്റ്റിസിറ്റിയൊക്കെ നിലനിർത്താനായിട്ട് ശരീരത്തിൽ തന്നെ നാച്ചുറലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഓയിലുണ്ട്. സെബം എന്നാണ് അതിന് പറയുന്നത്. ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ഈ സെബം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. സാധാരണയായി ഒരു കൗമാരപ്രായം തുടങ്ങുന്ന ഒരു സമയം 12-13 വയസ്സിലാണ് ഈ സെബം നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് തുടങ്ങുന്നത്. ഈ സെബം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രന്ഥികൾ നമ്മുടെ ബോഡിയിലുള്ള ഹെയർ ഫോളിക്കിൾസ്, അല്ലെങ്കിൽ ഈ ചെറിയ ചെറിയ രോമകൂപങ്ങൾക്കുള്ളിലുള്ള കുഞ്ഞു സുഷിരങ്ങളിലാണ് ഈ ഗ്രന്ഥികൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമ്മുടെ ബോഡിയിൽ നിന്ന് ഇളകി വരുന്ന ഡെഡ് സെൽസ്, മൃദുകോശങ്ങൾ ഈ സുഷിരങ്ങളിൽ വന്ന് അടിയുകയും അതുവഴി ഈ സെബത്തിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഓയിലിന് പുറത്തു വരാൻ പറ്റാതെ അവിടെ തങ്ങി നിൽക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോഴാണ് ഈ മുഖക്കുരുയുടെ തുടക്കം എന്ന് പറയുന്നത്. ചിലപ്പോൾ ഈ സുഷിരങ്ങളുടെ ഈ പുറത്തേക്കുള്ള ഓപ്പണിംഗ് തന്നെ അടച്ചു കളയുന്ന വിധത്തിൽ ഈ വന്നടിയുന്ന കോശങ്ങൾ നിൽക്കുകയും പൊടിയും മറ്റും അവിടെ വന്ന് ഈ ഓപ്പണിംഗ് തന്നെ അടച്ചു കളഞ്ഞ് അതിൻ്റെ അകത്ത് ഇങ്ങനെ കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഇതിനെയാണ് നമ്മൾ പൊതുവെ വൈറ്റ് ഹെഡ്സ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഇത് ഓപ്പണിങ്ങിലൂടെ പുറത്തേക്ക് തള്ളി നിൽക്കുകയും പുറത്ത് എയറുമായിട്ട് കോണ്ടാക്ട് വന്നിട്ട് അതൊരു കറുത്ത കളറിലേക്ക് മാറുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നുണ്ട്. അതാണ് നമ്മൾ ബ്ലാക്ക് ഹെഡ്സ് എന്ന് വിളിക്കുന്നത്. ഇത്തരത്തിൽ അടിഞ്ഞുകൂടുന്ന മൃദുകോശങ്ങൾ, പൊടിപടലങ്ങൾ, അതിൻ്റെ കൂടെ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെബവും കൂടി ചേർന്ന് അതിലൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൂടെ ഉണ്ടാവുമ്പോൾ ഒരു കുരുക്കൾ പോലെ രൂപപ്പെടുന്നു. ഇതാണ് നമ്മൾ പറയുന്ന ആക്നെ അഥവാ പിമ്പിൾ. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് മുഖക്കുരു ഉണ്ടാകുന്നതെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു ഹോർമോൺസിൽ ഉണ്ടാകുന്ന വ്യതിയാനമാണ് മുഖക്കുരുവിനുള്ള ഒരു പ്രധാന കാരണം. നമ്മൾ കൗമാരപ്രായം തുടങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പുതുതായിട്ട് ഒരുപാട് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഹോർമോണൽ വ്യതിയാനങ്ങളാണ് മുഖക്കുരുവിനുള്ള ഒരു മെയിൻ കാരണം തന്നെ പറയാം. പിന്നെ ഇതുപോലെ മറ്റ് അസുഖങ്ങളുടെ ലക്ഷണമായിട്ട് ചിലപ്പോൾ മുഖക്കുരു കാണിക്കാറുണ്ട്. തലയിലൊക്കെ ഉണ്ടാകുന്ന ഡെർമറ്റൈറ്റിസിൻ്റെ ഭാഗമായിട്ട് തലയിലും കഴുത്തിലും പുറംഭാഗങ്ങളിലൊക്കെ കുരുക്കളെ പോലെ രൂപപ്പെടാറുണ്ട്. PCODയുടെ ഒരു ലക്ഷണമായിട്ട് മുഖക്കുരു പറയുന്നുണ്ട്. ഇനി അല്ലാതെ തന്നെ നമ്മുടെ ഭക്ഷണ രീതിയുടെ ഭാഗമായിട്ട് മുഖക്കുരു ഉണ്ടാവാറുണ്ട്. പലപ്പോഴും ഈ മുഖക്കുരു ഉള്ള ആളുകളെയോ കുട്ടികളെയൊക്കെ കാണുമ്പോൾ ചുറ്റുമുള്ളവർ പറയും എണ്ണമയമുള്ള ആഹാരങ്ങൾ കൂടുതൽ, എണ്ണ പലഹാരങ്ങൾ കൂടുതൽ കഴിച്ചിട്ടാണ്, അല്ലെങ്കിൽ കൊഴുപ്പടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിച്ചിട്ടാണ് ഈ മുഖക്കുരു വരുന്നത്. അതുകൊണ്ട് ഇതെല്ലാം നിർത്തും, മുഖക്കുരു പാടെ മാറും എന്ന് പറയാറുണ്ട്. ഇത് തികച്ചും ഒരു തെറ്റിദ്ധാരണയാണ്. നമ്മൾ കഴിക്കുന്ന എണ്ണ പലഹാരങ്ങളോ കൊഴുപ്പടങ്ങിയിട്ടുള്ള ആഹാരങ്ങളോ അല്ല നമുക്ക് മുഖക്കുരു ഉണ്ടാക്കുന്നത്. ഫുഡ് ഐറ്റം റിലേറ്റഡ് ആയിട്ട് മുഖക്കുരുവിൽ നടത്തിയിട്ടുള്ള പഠനങ്ങൾ പ്രകാരം ഈ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടിയിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിച്ചിട്ട് പെട്ടെന്ന് ദഹിച്ച് എനർജിയായി മാറുന്ന തരത്തിലുള്ള ആഹാര പദാർത്ഥങ്ങളാണ് കൂടുതലായിട്ടും മുഖക്കുരു ഉണ്ടാക്കുന്നതെന്നാണ്. അത്തരത്തിലുള്ള ആഹാരങ്ങൾ എന്ന് പറയുമ്പോൾ മധുരമുള്ള ആഹാരങ്ങൾ, പിന്നെ വെള്ള അരി കൊണ്ടുള്ള ആഹാരങ്ങൾ, അപ്പം പുട്ട്, അപ്പം, ദോശ, ഇടിയപ്പം പോലെയുള്ള ആഹാരങ്ങൾ, പിന്നെ ബിസ്ക്കറ്റ്, കുക്കീസ്, കേക്ക് പോലെയുള്ള എളുപ്പത്തിൽ ദഹിക്കുന്ന ഐറ്റംസ്, ഇതെല്ലാം ആണ് മുഖക്കുരു കൂടുതലായിട്ട് ഉണ്ടാക്കുന്നതെന്നുള്ളതാണ്. പിന്നെ ഈ ഉറക്കമില്ലായ്മ, അമിതമായിട്ടുള്ള സമ്മർദ്ദം, ഇവയെല്ലാം തന്നെ മുഖക്കുരുവിനൊരു പ്രധാന കാരണങ്ങൾ തന്നെയാണ്. ഇനി ഈ മുഖക്കുരു നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാം? ഞാൻ പറഞ്ഞു മറ്റു പല അസുഖങ്ങളുടെ ഭാഗമായിട്ട് മുഖക്കുരു വരാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ മുഖക്കുരുവിനെ ട്രീറ്റ് ചെയ്യാതെ എന്താണോ അതിനുള്ള കാരണം അത് കണ്ടെത്തി ചികിത്സിക്കുക എന്നുള്ളതാണ് അതിനുള്ള ഒരു റെമഡി. ഇനി അല്ലാതെ നാച്ചുറലായിട്ട് വരുന്ന മുഖക്കുരുവിനെ നമുക്ക് എന്തൊക്കെ ചെറിയ ചെറിയ ടിപ്സ് ഉപയോഗിച്ച് എങ്ങനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ നോക്കുക. എപ്പോഴും മുഖം ക്ലീൻ ആക്കി വെക്കുക. അതായത് പൊടിയൊക്കെ അടിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് നോർമൽ ആയിട്ടുള്ള വെള്ളത്തിൽ ഇടയ്ക്കിടയ്ക്ക് വാഷ് ചെയ്യുക. അതുപോലെ തന്നെ ആവി കൊള്ളുന്നത് നല്ലതാണ്.
നല്ലതാണ്. ദിവസവും രാവിലെയും വൈകിട്ട് 1-2 മിനിറ്റ് ആവി കൊള്ളുന്നത് നല്ലതാണ്. സ്ട്രോങ് സോപ്പ് ഉപയോഗിക്കുന്നത് നിർത്തുക. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഇടയ്ക്കിടെ മൂക്കുരു വരുന്ന ആളുകളാണെങ്കിൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടിയ തരത്തിലുള്ള ആഹാരങ്ങൾ മാക്സിമം കുറയ്ക്കുക, ഉപയോഗിക്കുന്നത് കുറയ്ക്കുക. നമ്മൾ വൈറ്റ് ബ്രെഡിന് പകരം ഗോതമ്പ് ബ്രെഡ് ഉപയോഗിക്കാം. അതുപോലെ വെള്ളരിക്ക് പകരം തവിട് ഉപയോഗിച്ച് അരി കൊണ്ടുള്ള പത്തിരി, ദോശ പോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കാം. പിന്നെ അതുപോലെ പഞ്ചസാര ഉപയോഗിച്ചുള്ള ബേക്കറി ഐറ്റംസ്, പഞ്ചസാര അത് എല്ലാം തന്നെ ഒഴിവാക്കുക. പലപ്പോഴും നമ്മളൊരു ഐസ്ക്രീമോ പായസമോ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിറ്റേന്ന് നമ്മൾ വിചാരിക്കും നമ്മൾ കഴിച്ച ഐസ്ക്രീമിലുള്ള കൊഴുപ്പ് കൊണ്ട് അല്ലെ പായസത്തിലുള്ള നെയ്യ് കൊണ്ടാണ് നമുക്ക് കുരു വന്നതെന്ന്. ഒരിക്കലും അല്ല. ഐസ്ക്രീമിലുള്ള പഞ്ചസാരയും പായസത്തിലുള്ള ശർക്കരയാണ് നമുക്ക് മുഖത്ത് കുരു ഉണ്ടാക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള ആഹാരങ്ങളെല്ലാം തന്നെ ഒഴിവാക്കി നിർത്തുക. പിന്നെ കടലമാവ് ഉപയോഗിച്ചിട്ടുള്ള ഫേസ് പാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത് ആഴ്ചയിൽ 2 ദിവസമൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. അതുപോലെ മല്ലിയില ചെറുനാരങ്ങ നീരിൽ അരച്ച് പുരട്ടുന്നതും ഒക്കെ നല്ലതാണ്. ഈ ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ അവർക്ക് തൈര് ഉപയോഗിക്കാം. പിന്നെ ജാതിക്ക, തേൻ പോലെയുള്ളതൊക്കെ മുഖത്ത് പാക്കുകളാക്കി പല രൂപത്തിലിടുന്നതെല്ലാം തന്നെ നല്ലതാണ്. ഉലുവ അരച്ചിടുന്നത് നല്ലതാണ്. പലപ്പോഴും കുരുക്കൾ വന്നാൽ അത് പൊട്ടിക്കുന്ന ഒരു പ്രവണത കാണാറുണ്ട്. ഒരിക്കലും കുരു വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പൊട്ടിക്കരുത്. കാരണം നമ്മൾ അതിന് ചുറ്റും തൊട്ട് ഇറിറ്റേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിന് ചുറ്റും ഇൻഫ്ലമേഷൻ കൂടുകയും അവിടെ പഴുപ്പൊക്കെ കൂടി ഒരു സിസ്റ്റ് രൂപത്തിലേക്ക് അത് മാറി വേദനയൊക്കെ കൂടുന്ന ഒരവസ്ഥ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ആ പാട് കുറച്ചുകൂടെ രൂക്ഷമാവുകയും പാട് മാറാത്തൊരു അവസ്ഥയിലേക്ക് അത് മാറുകയും ചെയ്യും. ഒരിക്കലും പൊട്ടിക്കരുത്. പകരം ഐസ് ക്യൂബ്സ് ഒക്കെ കുറച്ച് സമയം വെക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ മുറിച്ച പൊട്ടേറ്റോസ്, ഉരുളക്കിഴങ്ങൊക്കെ വെക്കുന്നത് വേദന കുറയ്ക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. പിന്നെ പലപ്പോഴും പലർക്കും ഉള്ളൊരു ഡൗട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്ന മേക്കപ്പ് പ്രോഡക്ട്സ് ഈ കുരു ഉണ്ടാക്കാനുള്ള കാരണമാകുന്നുണ്ടോ എന്നുള്ളത്. ഓയിലി ഫേസ് ആയിട്ടുള്ളവർ ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള മേക്കപ്പ് ഇടുന്നത് ചിലപ്പോഴൊക്കെ കുരു ഉണ്ടാക്കുന്നത് കാണാറുണ്ട്. പക്ഷെ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള മേക്കപ്പ് പ്രോഡക്ട്സ് ഒന്നും തന്നെ കുരു ഉണ്ടാക്കുന്നില്ല. അപ്പം എപ്പോഴും നിങ്ങൾ മുഖവും ചിലർക്ക് ഈ കുരുക്കൾ കഴുത്തിലും പുറത്തൊക്കെ വരാറുണ്ട്. അപ്പോൾ എപ്പോഴും ക്ലീൻ ആക്കി വെക്കുക. പൊടിയൊക്കെ അടിക്കുന്നത്, ഡസ്റ്റൊക്കെ അടിക്കുന്നത് തടയാൻ വെള്ളം ധാരാളം കുടിക്കുക. അതുപോലെ പഴങ്ങളും പച്ചക്കറികളും കൂടുതലായിട്ട് കഴിക്കുന്നത്. പഴങ്ങളിലും പച്ചക്കറികളിലും ഒക്കെ ധാരാളം ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ സ്കിന്നിനെ ക്ലീൻ ആവാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അപ്പം ഭക്ഷണത്തിൽ കൂടുതൽ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ഉൾപ്പെടുത്തുക. വെള്ളം ധാരാളം കുടിക്കുക. വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.